ഞാനും അമ്മയും നാത്തൂനും പിള്ളേരായിട്ട് കാൽനടയായിട്ട് പോകുന്ന ഒരു ടെക്സ്റ്റൈൽസി കാണും കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് 1-2 ജോഡി ഡ്രസ്സ് എടുക്കാനുണ്ട്. നമ്മുടെ ലീനമ്മയുടെ പിറന്നാളിന് ഗിഫ്റ്റ് മേടിച്ചുകൊണ്ടിരിക്കുക. 2 ചുരിദാറാട്ടോ നമ്മൾ മേടിച്ചത്. അത് അവിടെ തന്നെ പാക്ക് ചെയ്യിപ്പിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫാമിലി ആയിട്ട് അങ്ങോട്ട് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ലീനമ്മ ചട്ടി എടുത്ത് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് കട്ടിയത് ഗിഫ്റ്റൊക്കെ കൊടുത്തോട്ടോ. ലീനമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ അമ്മയച്ഛനായാലും ലീനമ്മയ്ക്കായാലും പിറന്നാൾ ഇങ്ങനെ ആഘോഷിച്ചു തുടങ്ങിയത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭർത്താക്കന്മാരോട്. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാൽ അല്ലെങ്കിൽ അത് കണ്ടറിഞ്ഞ് മുന്നിട്ട് നിന്ന് ചെയ്യുന്നത് ഞങ്ങളുടെ ഭർത്താക്കന്മാരാണ്. അങ്ങനെയുള്ള 2 ആൾക്കാരെ കിട്ടാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഭാഗ്യവതികളാണെന്ന് തന്നെ പറയാം. നമുക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു ആഗ്രഹം നടപ്പിലാക്കി തരുന്ന ഭർത്താക്കന്മാർ കൂടിയായിരിക്കണം അല്ലേ. ദൈവത്തിനോട് എന്നും ഞങ്ങൾ 2 പേരും അതിന് നന്ദി പറയാറുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ അച്ഛനമ്മയ്ക്കും ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തു നോക്കി. അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കല്യാണത്തിന് മുമ്പ് പറ്റാത്തത് കല്യാണത്തിന് ശേഷം നമ്മളെ കൊണ്ട് എന്തായാലും പറ്റും. ഒപ്പം കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഉണ്ടാവണമെന്ന് മാത്രം.